ഹൈപ്പ് വെച്ച് ആൾക്കാരെ മൊത്തം വലിപ്പിക്കാൻ വേണ്ടിട്ട് ലൈറ്റ് പവർ ഹൗസ് എന്ന് പറഞ്ഞ കൊണ്ടുവന്നിട്ട് ലൈറ്റ് ഹൗസ് ആക്കി കളഞ്ഞു. നെൽസനെ കണ്ട് പഠിക്കാൻ പറ എങ്ങനെ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല, അമീർ ഖാനെ വന്ന് പട്ടിക്കോമാളിയാക്കിയെന്നേ ഉള്ളൂ. ലോകേഷിന്റെ കരിയറിലെ ഏറ്റവും മോശം ഫിലിം. റോളക്സ് പോലെ ഒരു സാധനം കൊണ്ടുവരാനാണ് നോക്കിയത്, പക്ഷേ അതിവിടെ വർക്കൗട്ട് ആയിട്ടില്ല. ഫിലിമോടുകൂടി ലോകേഷ് ട്രെൻഡ് അവസാനിക്കുമെന്നാണ് ഞാൻ. കുറച്ച് കൂലി കുറച്ച് கூதரையாയി படம் செட்டு படம் நைஸ் படம் எல்லாம் கிண்ணம் படம். ஆனா லோகேஷ் சொன்ன மாதிரி நீங்க கொடுத்த காசுக்கு உங்களுக்கு வர்த்தா இருக்கும். எனக்கு മാസ BGM ആയിട്ടുള്ള അടിപൊളി. അനിരുദ്ധിന്റെ മ്യൂസിക് പൊളി പൊളി പൊളി. படம் കൊള്ളത്തില്ല ടോട്ടൽ വേസ്റ്റാ, നല്ല വേസ്റ്റ്. അട്ട ഫ്ലോപ്പ്. ഇത്രയും ഹൈപ്പ് വെച്ച് ആൾക്കാരെ മൊത്തം വലിപ്പിക്കാൻ വേണ്ടിട്ട് എന്താ പറയാ, ഫ്ലോപ്പാണ്. 150 രൂപ പോയി. 150 10 രൂപയുടെ പ്രയോജനം പോലും ഇല്ല. പോപ്കോണിന്റെ കാശെങ്കിലും തിരിച്ചു കിട്ടുമോ? അത് മേടിച്ചില്ല, അതുകൊണ്ട് അത് ലാഭിച്ച്. എങ്ങനെയുണ്ട്? ഫയർ ആണോ? വെറും വേസ്റ്റ് അപ്പൊ, വെറും വേസ്റ്റ്. ഒരു വായിക്കൊള്ളത്തില്ല പടം, അത്രേ ഉള്ളൂ. ദൈവമൊക്കെ ഇത് വെച്ച് നോക്കണം എന്ത് ബെറ്റർ സിനിമയാണെന്നറിയോ. ലോകേഷിന്റെ കരിയറിലെ ഏറ്റവും മോശം ഫിലിം. മോശം എന്ന് വെച്ചാൽ വളരെ മോശം, ഒന്നും പറയാനില്ല. കണ്ട് കിളി വേറെ 3 മണിക്കൂർ എങ്ങനെ തീരുമെന്ന് പറഞ്ഞ് തിയേറ്ററിൽ വെയിറ്റ് ചെയ്യുന്നത്. എപ്പോൾ തീരും എന്നുള്ളതായിരുന്നു ഫുള്ള്. സൗബിൻ കുറച്ചെങ്കിലും കൊള്ളാം, വേറെ ഒരു വായിക്കുള്ളൂ. ലോകേഷിന്റെ ട്രെൻഡ് അവസാനിക്കുമെന്ന് തോന്നുന്നതോടുകൂടി, ഈ ഒരു ഫിലിമോടുകൂടി ലോകേഷ് ട്രെൻഡ് അവസാനിക്കുമെന്നാണ് ഞാൻ. അതല്ലേ പറഞ്ഞ, പുള്ളിക്കാരൻ ഇത്രയും വയസ്സായില്ല, കയ്യും കാലൊന്നും പൊങ്ങുന്നില്ല. വെറുതെ ഇങ്ങേരൊക്കെ വീട്ടിലിരിക്കേണ്ട സമയം കഴിഞ്ഞു. ഒന്നും പറയാനില്ല. ലോകേഷിന്ന് സത്യം തന്നെ ലോകേഷിന് ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല. ലോകേഷിന്റെ അടുത്ത ബീസ്റ്റ് ആണോ? ബീസ്റ്റ് 2 ആണോ? നെൽസനെ കണ്ട് പഠിക്കാൻ പറ എങ്ങനെ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടോ? ലോകേഷ് പണി വെച്ചിറക്കെ പ്രതീക്ഷിച്ച അത്ര ഒന്നുമില്ല, ഹൈപ്പിന് ഉള്ളതൊന്നുമില്ല. വെറുതെ എന്തൊക്കെയാ കാട്ടിക്കൂട്ടി വെച്ചിരിക്കും. എന്തോ ഒരു സുഖമില്ല, എന്തൊക്കെയാ കാണിച്ചു പോലും, അത്രേ ഉള്ളൂ. ലിയോയുടെ ലെവൽ പോലും ഇല്ല. ലിയോ കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. ഇത് അതുപോലും ഇല്ല, ഒന്നുമില്ല. അമീർ ഖാനൊക്കെ ആവശ്യമില്ലായിരുന്നു ശരിക്കും. അത് വെറുതെ എന്തിനോ ഒരു ക്യാമിയോ എന്ന് പറയുന്ന പോലെ കൊണ്ടുവന്നു. സീൻ പടം, സെറ്റ് പടം, നൈസ് പടം, എല്ലാം കിണ്ണം പടം. ലോകേഷ് തൂക്കിയോ? മറ്റേ വെച്ച് പടം നോക്കുമ്പോ അത്ര ഇല്ല, എന്നാലും കൊള്ളാം. ലിയോ എന്ന് വെച്ചാൽ ലിയോയുടെ ഒരു ഫൈറ്റ് സീക്വൻസ് ഒക്കെ പ്രതീക്ഷിച്ച അടുത്ത 500 കോടി ഉറപ്പാണോ? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ, അത് വരട്ടെ. തിയേറ്ററിൽ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? നൈസ് പടമായിരുന്നു. ഓഡിയൻസ് കുറച്ച് പക്ഷെ കൊള്ളാം. ഓഡിയൻസ് കീറി വിളിയൊന്നും ഇല്ലായിരുന്നു. അടിപൊളിയായിരുന്നു, ഭയങ്കര അടിപൊളിയായിരുന്നു. നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് പടം കണ്ടിറങ്ങിയിട്ട്. ഇങ്ങനെ എന്താ പറയാ, ഓവറായിട്ട് സംഭവങ്ങളൊന്നുമില്ല, പക്ഷേ ഒരു ഡീസെന്റ് ആയിട്ട് മാസ BGM ആയിട്ടുള്ള അടിപൊളി. അനിരുദ്ധിന്റെ മ്യൂസിക് പൊളി പൊളി പൊളി. ஆனா சூப்பரா இருக்குண்ணே, எல்லாரும் தியேட்டர்ல போய் பாருங்க, நல்ல அருமையா இருக்கு. தலைவர் வேற லெவல்ல வச்சு காமிச்சிருக்காரு லோகேஷ். உங்க காசுக்கு நீங்க கொடுக்குற 150 ரூபாய்க்கு வர்த்தா இருக்கும். நீங்க தியேட்டர்ல கண்டிப்பா போய் பாருங்க. ஆனா லோகேஷ் சொன்ன மாதிரி நீங்க கொடுத்த காசுக்கு உங்களுக்கு വർത്ഥാ இருக்கும். எனக்கு സിനിമ ആവറേജ് ആണ്, അങ്ങനെ മോശമെന്ന് പറയാനൊന്നും പറ്റില്ല. പക്ഷെ ആ വിക്രത്തിന്റെ ആ ലെവൽ ഹൈപ്പ് ഇതൊന്നും കിട്ടിയില്ല. ഹൈപ്പിനോട് നീതി പുലർത്തിയില്ലല്ലേ? ഇല്ല, ഹൈപ്പിനുള്ള പടം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ കുറച്ച് കുറച്ച് കൂതറയായി എന്ന് പറയേണ്ടി വരും. അതുപോലെ തന്നെ പടത്തിൽ മൊത്തത്തിൽ ഒരു പ്ലോട്ട് മിസ്സിംഗ് ഉണ്ട്. ലോകേഷ് കനാലിൻ്റെ സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ പല മൂവീസിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്, അത് ഈ പടത്തിലില്ല. കാരണം പുള്ളിക്ക് സ്ക്രീൻ പ്ലേയിൽ പ്ലോട്ട് ഭയങ്കരമായി മിസ്സായിട്ടുണ്ട്. പിന്നെ അനിരുദ്ധിൻ്റെ മ്യൂസിക്കൊക്കെ നല്ലതാണ്, പക്ഷേ ഒരുപാട് അടുത്ത് ആവശ്യമില്ലാതെ ആ മ്യൂസിക് ഇടുന്നുണ്ട്. അപ്പോൾ അത് കേട്ട് നമുക്ക് അത് കുറച്ച് അരോചകമാകുന്നുണ്ട്. പിന്നെ ഹൈലി ഇമോഷണലാണ് പടം, ആ ഇമോഷൻസ് കണക്റ്റ് ആവുന്നില്ല ആളുകളിലോട്ട്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ആ ഒരു ഫീലിംഗ് നമുക്ക് അത് കിട്ടാത്തതിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ അതുപോലെ എനിക്ക് പേഴ്സണലി വിഷമമായത് രജനീകാന്ത് സാറിൻ്റെ എല്ലാ പടത്തിലും പുള്ളിയുടെ ഇൻട്രൊഡക്ഷൻ ഒരു മാസ് സാധനമാണ്. ആ സാധനം മിസ്സാവുന്നുണ്ട്. പുള്ളിയെക്കാട്ടും വലിയ മാസമായിരുന്നു ഉപേന്ദ്രയ്ക്കും അതുപോലെ തന്നെ സൗബിനൊക്കെ കിട്ടിയ ഇൻട്രൊഡക്ഷൻ. സൗബിൻ്റെ ആക്ടിങ് ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. ത്രൂ ഔട്ട് റോളാണ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ശ്രുതിഹാസനെ ഇതിൽ നിന്ന് എടുത്ത് കളഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. കാരണം ശ്രുതിഹാസൻ്റെ ആക്ടിങ് സഹിക്കാനേ പറ്റുന്നില്ല, ഒരു മാറ്റമില്ല. പണ്ടത്തെ പോലെ തന്നെ അതേ തന്നെ നിൽക്കുന്നുണ്ട്. വേറെ ഏതെങ്കിലും നടിയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. സിനിമ ബോറാണ്. അതായത് ഒരു ലൈറ്റ് പവർ ഹൗസ് എന്ന് പറഞ്ഞ കൊണ്ടുവന്നിട്ട് ലൈറ്റ് ഹൗസ് ആക്കി കളഞ്ഞു. ആ ലെവലിലായി പോയി. ലോകേഷിന്റെ കരിയറിൽ ഏറ്റവും മോശം പടം തന്നെ പറയാം. അതായത് നമ്മൾ എന്തൊക്കെയോ പ്രതീക്ഷിച്ച്, പക്ഷേ ലോകേഷിന്റെ ഒരു സ്റ്റാൻഡ് ലോൺ പടം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒന്നുമില്ല ആക്കി കളഞ്ഞു. ഒന്നുമില്ല. എടുത്തു പറയാൻ വേണ്ടി എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. എബോ ആവറേജിനെ പറയാൻ പറ്റുള്ളൂ. സത്യം പറഞ്ഞാൽ അത്ര ഒരു ഗുമ്പ് കിട്ടിയില്ല. കാരണം പഴയ ലോകേഷിനെ പടം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്ര ഒന്നും വന്നിട്ടില്ല. ഒരു A സർട്ടിഫിക്കറ്റ് പടം പോലും ഇല്ല. നമ്മൾ എക്സ്പെക്ട് ചെയ്താൽ ഒന്നുമില്ല. അമീർ ഖാനെ വന്ന് പട്ടിക്കോമാളിയാക്കിയെന്നേ ഉള്ളൂ. ശ്രുതിഹാസൻ അത്ര വെറുപ്പിച്ചില്ല.
ഞാൻ ശ്രുതിഹാസൻ തെറപ്പിക്കുന്നതാണ്. ഫസ്റ്റ് ഹാഫ് ശ്രുതിഹാസിന്റെ ഇതൊക്കെ എടുത്തു തന്നെ പറയണം, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫൊക്കെ കയ്യിൽ നിന്ന് പോയി ബ്രോ. അത്ര പറയാനൊന്നുമില്ല, കണ്ടിരിക്കുക, ഒരു പ്രാവശ്യം കാണാം. അല്ലാതെ ഹൈപ്പ് കൊടുക്കാനൊന്നുമില്ല, സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല ഇതിൽ, അത്ര വയലൻസ് ഒന്നുമില്ല. ഇപ്പൊ തന്നെ ഫസ്റ്റ് ഹാഫ് ഒക്കെ ഒരുവിധം കണ്ടിരിക്കുകയായിരുന്നു. സെക്കൻഡ് ഹാഫിലായപ്പോൾ പടം ഒരു ഇതായിപ്പോയി, ഒരു ഹൈപ്പ് പ്രതീക്ഷിച്ച ആ ഒരു ഹൈപ്പ് വന്നില്ല. എന്നുവെച്ചാൽ ലിയോ വിക്ര അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് കിട്ടിയില്ല. ഇപ്പം എന്തായാലും ഫസ്റ്റ് ഹാഫൊക്കെ ഒരുവിധം കണ്ടിരിക്കാൻ കൊള്ളായിരുന്നു. സെക്കൻഡ് ഹാഫിലോട്ടായപ്പോൾ പടം ഒരു ഇതില്ല. പിന്നെ സിനിമ ഭയങ്കര എൻ്റർടൈനിങ് അല്ല. എഡ്ജ് ഓഫ് ദ സീറ്റ് മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടാവുന്ന പറഞ്ഞാൽ അങ്ങനത്തെ മൂവ്മെൻ്റ് ഒന്നുമില്ല. ഹൈപ്പ് മൂവ്മെൻറ്റ് വരുമ്പോൾ അപ്പം തന്നെ ഡൗൺ ആയി പോകുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും വലിയൊരു സുഖമൊന്നുമില്ല. കണ്ടിരിക്കാം. പിന്നെ ലെങ്ത് ഒരു പ്രശ്നമാണ്, ലാഗുണ്ട്. പിന്നെ അങ്ങനെ മൂവിയാണ്. എനിക്ക് ജയിലറിനെ കാട്ടി ജയിലറിന്റെ അത്ര ഒന്നും വന്നില്ല, അതാണ് കറക്റ്റ് കാര്യം. അതിൽ വേട്ടയ്യനൊക്കെ പ്രതീക്ഷിച്ച് പോയി കഴിഞ്ഞാൽ മൂവി എന്തായാലും ഇഷ്ടപ്പെടും, അത്രേ ഉള്ളൂ. പക്ഷെ റോളക്സ് പോലൊരു സാധനം കൊണ്ടുവരാനാണ് നോക്കിയത്, പക്ഷേ അതിവിടെ വർക്കൗട്ട് ആയിട്ടില്ല, അതാ കാര്യം.